നമ്മളിന്ന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്ന് ബേസിക്കലി മനസ്സിലാക്കുക. എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്? ഓക്കെ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതൊരു ഡിസോർഡറായി മാറുമ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ എല്ലാവർക്കും അവരവരുടെ പേഴ്സണാലിറ്റിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറായി ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണാലിറ്റി മാലഡാപ്റ്റീവ് ആകുന്നു, ഇൻഫ്ലെക്സിബിൾ ആകുന്നു. അത് അയാൾക്കും മറ്റുള്ളവർക്കും അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കും സൊസൈറ്റിക്കും ഒക്കെ ബുദ്ധിമുട്ടായി മാറത്തക്ക രീതിയിൽ പ്രശ്നകരമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആയിട്ട് അത് മാറുമ്പോഴാണ് അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ, വ്യക്തിത്വ വൈകല്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും സൈക്യാട്രിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആർ ഓഫൺ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് എന്നും. പലപ്പോഴും അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്യാട്രിയിൽ ചിന്തിക്കും സൈക്യാട്രിക് കണ്ടീഷൻസ് ഉണ്ട്, എസ്പെഷ്യലി സൈക്കോട്ടിക് കണ്ടീഷൻസ്. ഓക്കെ, അത് അത് അസുഖമാണ്, അത് മനസ്സിലാക്കണം ആദ്യം. ഇത് പേഴ്സണാലിറ്റിയുടെ ഡിസോർഡറാണ്. ഓക്കെ, ഇതൊരു ഡിസോർഡറാണ്, അതൊരു കണ്ടീഷനാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ ഒരു അസുഖമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടത്. നിങ്ങൾക്ക് അറിയാം, പല അസുഖങ്ങളും ഇപ്പോൾ സ്കിസോഫ്രീനിയ എടുത്തു കഴിഞ്ഞാൽ ഡോപ്പമിൻ്റെ അളവ് കൂടുതലാണ് അല്ലേ. പിന്നെ ഡിപ്രഷൻ എടുത്തു കഴിഞ്ഞാൽ മെയിനാണ് പറയുന്നത് സെറട്ടോണിൻ കുറവാണ്, അവിടെ കുറയുന്ന ഒരു പ്രശ്നമാണ് അവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടുള്ള മരുന്നുകളാണ് പലപ്പോഴും നമ്മൾ ആൻറ്റി സൈക്കോട്ടിക്സ് ആയിക്കോട്ടെ അല്ലെ അങ്ങനെയുള്ള സൈക്യാട്രിക് ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അത് കൊടുത്തിട്ട് നമുക്ക് ഈ അസുഖം എടുക്കാൻ പറ്റും. പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലോട്ട് വരുമ്പോൾ ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങളായിട്ട് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ പലപ്പോഴും മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സൈക്കോ തെറാപ്പിയൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഒരു പരിധി വരെയൊക്കെ അതിനെ നമുക്ക് മാറ്റിക്കൊണ്ട് വരാനും സാധിക്കും. ഈ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ തന്നെ സൈക്കോ തെറാപ്പിയിൽ പ്രത്യേകിച്ച് ബിഹേവിയർ തെറാപ്പിയിൽ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി DBT എന്ന് പറയും, അതിനുവേണ്ടി മാത്രമുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഒരു അസുഖം മാറ്റിയെടുക്കുന്ന പോലെ എളുപ്പമല്ല. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായോ? പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ടല്ലോ, പലപ്പോഴും നമുക്കത് ജനറ്റിക്കലി കൈമാറി വരുന്നതാണ്. അപ്പം നമ്മുടെ ഇപ്പം ഞാൻ നടക്കുന്ന ഒരു രീതി മനസ്സിലായില്ലേ, അത് ചിലപ്പോൾ എൻ്റെ പേരൻസിൽ നിന്ന് കിട്ടിയതാണത്, ജനറ്റിക്കലി കിട്ടിയതാണ്. അത് എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. സംസാരിക്കുന്ന രീതി ഇതൊക്കെ അങ്ങനെ കൈമാറി വന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രശ്നവും, ഈ ഡിസോർഡറും അങ്ങനെ കൈമാറി വന്നതായിരിക്കും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതായിരിക്കത്തില്ല എൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറും. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ആദ്യം. ഇനി നമുക്ക് ഇതിന് ഉള്ളിലോട്ട് ചിന്തിച്ച് കുറേ ഉണ്ട്, നമുക്ക് മുന്നോട്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അങ്ങനെ ചെയ്തു പോകാം. ഓക്കെ, അത് ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് പോകണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാളും കുറേ അധികം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചേർത്ത് ചെയ്യാം. അപ്പോൾ അത് ഇതുപോലുള്ള പല എക്സാംസിന് ഇപ്പോൾ DME വരാൻ പോകുന്നു, എയിംസ് ആയിക്കോട്ടെ, DHS ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോമെട്രിക് എക്സാംസ് ആയിക്കോട്ടെ, NCLEX ആയിക്കോട്ടെ, ഇതിനെല്ലാം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നിങ്ങൾക്കറിയാം മെയിനായിട്ട് DSM-ൻ്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് 3 തിരിക്കുന്നുണ്ട്. ക്ലസ്റ്റർ A, ക്ലസ്റ്റർ B, ക്ലസ്റ്റർ C. ഓക്കെ, അതിൽ തന്നെ ക്ലസ്റ്റർ Aയിൽ വന്നിട്ട് സ്കീസോയിഡ്, സ്കീസോ ടൈപ്പൽ, പിന്നെ പാരനോയിഡ്, അങ്ങനെ 3 ടൈപ്പ് വരുന്നുണ്ട്. രണ്ടാമത്തത് ക്ലസ്റ്റർ B ആണ്. ക്ലസ്റ്റർ Bയിൽ പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഇത് തന്നെ വരുന്നുണ്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട്, ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട്, നർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടൈപ്സ് ക്ലസ്റ്റർ Bയിൽ വരും. ക്ലസ്റ്റർ Cയിൽ ഒന്ന് ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ നമ്മുടെ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. ഇത്രയും ടൈപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് ഓരോന്നോരോന്ന് എടുത്ത് പഠിക്കാം. ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്ന ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ട പോയിന്റ് എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്, ഇയാളുടെ സ്വഭാവത്തിന് പ്രധാനമായിട്ട് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റബിലിറ്റിയാണ് അവരിൽ. ഓക്കെ, മെയിനായിട്ടൊരു എന്താ പറയുന്നത്, ഇൻസ്റ്റബിലിറ്റി ഇൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇൻസ്റ്റബിലിറ്റി ഇൻ മൂഡ്, ഇൻസ്റ്റബിലിറ്റി ഇൻ സെൽഫ് ഇമേജ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അയാളുടെ മൂഡ് കറക്റ്റായിട്ട് ഒരേപോലെ നിൽക്കാറില്ല എപ്പോഴും. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, പ്രശ്നങ്ങളാണ്, മാറ്റിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇൻസ്റ്റേബിൾ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ്, ഒരു ഐഡൻറ്റിറ്റിക്ക് വ്യക്തതയില്ലായ്മ, ആ സെൽഫ് ഇമേജിൽ ഒരു വ്യക്തതയില്ലായ്മ. പിന്നെ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ് ഇമ്പൾസിവിറ്റി.
ഓക്കെ, എടുത്തുചാട്ടത്തിലായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇനിയുണ്ട് കുറേ ഇമ്പോർട്ടൻറ്റ് സ്പ്ലിറ്റിങ്, എന്താ പറയുക, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, അങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് സിംറ്റംസിൽ പഠിക്കാം. ഇനി ഞാൻ കാര്യത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സണാലിറ്റി പേരിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഒരു പഴയ ഒരു തിയറി വെച്ചിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ പേര് വന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കോസിസിൻ്റെയും ന്യൂറോസിസിൻ്റെയും ഒരു ബോർഡർ ലൈനിൽ വരുന്ന ഒരു അസുഖം എന്നൊക്കെ പറഞ്ഞ്, അസുഖം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിസോർഡർ എന്ന്, എൻ്റെ വായിലെ അസുഖം എന്ന് പറയുന്നത് ഡിസോർഡറാണത്, പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, ഒരു ഡിസോർഡറാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ് സൈക്കോസിസും ന്യൂറോസിസും അതും കൂടെ അറിഞ്ഞിരിക്കുക. സൈക്കോസിസ് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിനെ നിർവചിക്കാനാണെങ്കിൽ റിയാലിറ്റി, റിയൽ അൺറിയൽ, ഇത് വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ അതിനെ സൈക്കോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം സ്കിസോഫ്രീനിയ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ബൈപോളാറിൽ തന്നെ മാനിയൊക്കെ എടുത്ത് പറയാൻ പറ്റും, അതൊക്കെ സൈക്കോസിസിലോട്ട് പോകാറുണ്ട്. കാരണം ഇങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡെലൂഷൻ, ഹാലൂസിനേഷൻ, റിയാലിറ്റി ലോസ്റ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു അസുഖമുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൈക്കോസിസ് എന്ന് വിളിക്കാം. ന്യൂറോസിസ് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു എടുത്ത് പറയാം, ഇൻസൈറ്റ് ലോസ്റ്റ് ആവാറുണ്ട് സൈക്കോസിസിൽ. സ്കിസോഫ്രീനിയ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, അങ്ങനെ ചിന്തിക്കാം. ന്യൂറോസിസിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ആൻസൈറ്റി റിലേറ്റഡ് ഡിസീസ് കണ്ടീഷൻസ്, അതിനാണ് നമ്മൾ ന്യൂറോസിസ് എന്ന് പറയുന്നത്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, പാനിക് ആൻസൈറ്റി ഡിസോർഡർ, ഈവൻ OCD, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ന്യൂറോസിസിലോട്ട് വരുത്താം. അവർക്ക് ഇൻസൈറ്റ് ഇല്ലായ്മയൊന്നുമില്ല, അവർക്കറിയാം പ്രശ്നം ഉണ്ടെന്നുള്ളത്. എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് കുറച്ച് ആൻസൈറ്റിയുടെ വിഷയമുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പേടിയുണ്ട്, എനിക്ക് സോഷ്യൽ ഫോബിയ ഉണ്ട്, ആ ഒരു ഉൾക്കാഴ്ച എനിക്ക് ഉണ്ടെങ്കിൽ അത് ന്യൂറോസിസാണ്. പക്ഷേ സ്കിസോഫ്രീനിയ ഉള്ള ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ ആ ഒരു ഇൻസൈറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, റിയാലിറ്റി ഓറിയൻറ്റേഷൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ സൈക്കോസിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ടോപ്പിക്ക് സൈക്കോസിസും ന്യൂറോസിസും ഒന്നുമല്ല. ബോർഡർ ലൈൻ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണമായിട്ട് ഇങ്ങനെ ഒരു തിയറി പറയുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ബോർഡർ ലൈൻ, അതിൻ്റെ ഇടയിലുള്ളൊരു ബോർഡർ ലൈൻ അവസ്ഥയായിട്ട് വരാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അടുത്തത് കോസസ് ആണ് വരുന്നത്. കോസസ് അധികമൊന്നുമില്ല. അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ. DMEയുടെ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, DMEക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, DME മാത്രമല്ല മറ്റ് ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രോമെട്രിക്, സൗദി പ്രോമെട്രിക്, ഖത്തർ പ്രോമെട്രിക്, കുവൈറ്റ് പ്രോമെട്രിക്. ഓക്കെ, പിന്നെ DHA, MOH, ഹാദ് അതുപോലുള്ള എക്സാംസ്, പിന്നെ എംഗ്ലക്സാറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ ഈ പ്രോമെട്രിക്, DHA, ഹാദ് അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് 60 hours-ൻ്റെയും 5 days-ൻ്റെയും ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിനകത്ത് തിയറി ക്ലാസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ക്രാഷ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അറൗണ്ട് 10,000 വരുന്ന ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ എംഗ്ലക്സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പെഷ്യൽ പാക്കേജ് ആണുള്ളത്. അതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ഇൻഡെപ്തിലുള്ളത്, ആർച്ചർ റിവ്യൂവിൻ്റെയും വേൾഡിൻ്റെയും ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് സീരീസും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സിൽ ഏത് സമയത്തും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണ് ക്ലാസ്സുകൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ഡെമോ ക്ലാസ്സും അതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നമ്പറും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി കോസസ് ഞാൻ പറഞ്ഞ പോലെ അധികമൊന്നുമില്ല. 3 മെയിൻ കാരണങ്ങളാണ് പറയുന്നത്. 1 ജെനറ്റിക്കൽ, 2 ബ്രെയിൻ സ്ട്രക്ചറൽ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ്, 3 എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇത് 3ഉം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു അസുഖം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കാം. ജെനറ്റിക്കലായിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വന്നേക്കാം. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, BPDയുടെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഫാമിലിയിൽ, അതുപോലെ സിമിലർ കണ്ടീഷൻസ് ഉള്ള അസുഖങ്ങളുള്ള ഫാമിലിയിൽ നിന്നൊക്കെ കടന്നു വന്നേക്കാം. അടുത്ത ജനറേഷനിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ബ്രെയിനിലുള്ള സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. 3 എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് അബ്യൂസ്. ഓക്കെ, എന്ന് വെച്ചാൽ അത് ബോത്ത് ഫിസിക്കൽ അബ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ, ചെറിയ പ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളവരിൽ ഫ്യൂച്ചറിൽ അത് പൊതുവെ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ പഠനങ്ങളിൽ ഇങ്ങനെയുള്ള സാധ്യതയും പറയുന്നുണ്ട്. ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള ഇങ്ങനെയുള്ള മോശം അനുഭവങ്ങൾ ഇങ്ങനെ പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് റിഫ്ലക്റ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചേക്കാം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസിലോട്ട് കിടക്കാം.
അപ്പം ശരിക്കും പറഞ്ഞാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യപ്പെടണമെങ്കിൽ DSM-5 ഓക്കെ വെച്ചിട്ട് പറയുന്നത് ഒരു 9 ഡിസ്റ്റിങ്ക്റ്റ് സിംറ്റംസ് ഉണ്ട് അതിനകത്തെന്നാണ് പറയുന്നത്. ആ 9 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് 5 എണ്ണമെങ്കിലും മാച്ചായാൽ ഇങ്ങനെ ഒരാൾക്ക് നമുക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമുക്ക് അറിയണ്ടേ ആ 9 സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. 9ൽ 5 എണ്ണമെങ്കിലും മാച്ചാവണമെന്നാണ് പറയുന്നത്. ഒരു 4 എണ്ണം ഞാൻ ആദ്യമേ ക്ലാസിക് സിംറ്റംസ് ആയിട്ട് പറഞ്ഞായിരുന്നു. അൺസ്റ്റേബിൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അൺസ്റ്റേബിൾ മൂഡ് അല്ലെങ്കിൽ ഇമോഷൻസ്, അൺസ്റ്റേബിൾ മൂന്നാമത്തെ അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ് ഓക്കെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി, പിന്നൊന്ന് ഇമ്പൾസിവിറ്റി. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ചേർന്ന് വരുന്നുണ്ട്. ഓക്കെ, മിക്സ് ചെയ്തങ്ങ് പറയാണ് 9 എണ്ണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ അൺസ്റ്റേബിൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ് ഇവരുടെ ഒരു പ്രശ്നമാണ്. കവോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലാത്ത രീതിയായിരിക്കും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇവർ തുടരുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രശ്നമാണ്. റിലേഷൻഷിപ്സിനെ ഇത് ബാധിക്കും. ഒരു സ്ട്രോങ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എയിംസിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. ഗുഡ് ഓർ ബാഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊക്കെ പറയാം അതിന്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ട് മനഃപൂർവ്വം ഞാൻ ഇതെല്ലാം ചേർത്ത് വിട്ടത് കേട്ടോ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല. യാതൊരുവിധ കാര്യങ്ങളിലും ഇവർക്കൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാവില്ല. എല്ലാത്തിൻ്റെ എക്സ്ട്രീമാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലേ കളരിക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നെടുത്ത് പൊക്കി വെക്കും, നാളെ എടുത്ത് താഴെയടിക്കും. ഇങ്ങനത്തെ ഒരു സ്വഭാവമായിരിക്കും അവർ. അപ്പം അങ്ങനെയാണ്. ഇപ്പം ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി, ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവരുടെ പോസിറ്റീവ്സ് കണ്ട് ഇഷ്ടപ്പെട്ടു, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഭയങ്കര സ്നേഹവും അവരെക്കുറിച്ച് പൊക്കി പറയലും ഒക്കെ ആയിരിക്കും. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സംഭവത്തോടെ തന്നെ പൊക്കി പറയുകയൊക്കെ ചെയ്യും. പിറ്റേ ദിവസം എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ആ സുഹൃത്ത് കാണിച്ചാൽ എടുത്തപ്പുറത്ത് കളയും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അയാളെ ബാഡാക്കി കളയും, മനസ്സിലായോ? ഉദാഹരണം, ഒരു മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനിൽ നിന്ന് അയാളൊന്ന് ക്യാൻസലായി സാഹചര്യം കാണണം, അപ്പോഴത്തേക്ക് പറയും അയാൾ മോശപ്പെട്ട വ്യക്തിയാണ്, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സൈഡിലോട്ട് അടിച്ചു കളയും. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതിനാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ചോദ്യം കിട്ടുന്ന രീതിയിൽ സ്പ്ലിറ്റിംഗ് ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വന്നേക്കാം. അപ്പം പെട്ടെന്ന് ഇത് കണക്ട് ചെയ്ത് ഓർക്കുക. ഓക്കെ, സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണ്. ഒന്നുകിൽ വളരെയധികം ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എടുത്തിട്ട് വേണ്ട, കൊള്ളില്ല എന്ന് പറഞ്ഞ് കളയുക. ഇതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്, ചീത്ത ഇടയ്ക്ക് സംഭവിക്കാം എന്നൊക്കെയുള്ള രീതി മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അയാൾ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൊള്ളരുതാത്തവൻ എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തകളായിരിക്കും വരുന്നത്. സ്പ്ലിറ്റിംഗ് നോക്കിയോണേ, അവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതൊന്ന് എന്താ പറഞ്ഞു നിർത്തിയത്, അൺസ്റ്റേബിൾ റിലേഷൻഷിപ്സ്. ഇപ്പം റിലേഷൻഷിപ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഈ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ. ഓക്കെ, പിന്നുള്ള അത് എടുത്തു പറയേണ്ടത് ഫ്രാൻറ്റിക് എഫേർട്സ് ടു അവോയ്ഡ് റിയൽ ഓർ ഇമാജിൻഡ് ഇമോഷണൽ അബാൻഡൻമെൻറ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ബുദ്ധിമുട്ടും അല്ലേ. ഒറ്റയടിക്ക് പറയണേ, എഫേർട്സ് ടു അവോയ്ഡ് അബാൻഡൻമെൻറ്റ്. ഓക്കെ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആള് ഇട്ടിട്ട് പോകും, എന്നെ അവർ ഉപേക്ഷിക്കും എന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ചിന്ത ഇവരെ അലട്ടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോണേ. അബാൻഡൻമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പറഞ്ഞ പോലെ ഈ BPDയുടെ സിംറ്റമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, എന്നെ ഉപേക്ഷിച്ചേക്കാമെന്നുള്ളൊരു തോന്നൽ ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയേക്കാം. അവരെ അതെപ്പോഴും പേടിപ്പിച്ചേക്കാം. ഓക്കെ, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. മൂന്നാമത്തെ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞാണ്, മാർക്കഡ്ലി ഡിസ്റ്റർബ്ഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഡിസ്റ്റോർട്ടഡ് സെൽഫ് ഇമേജ്. സിമ്പിളായിട്ട് നമ്മളത് പറഞ്ഞായിരുന്നു. അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ്, അങ്ങനെ പഠിച്ചു വെച്ചാലും മതി, എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ് ഇവരുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഇവർക്കുണ്ടാവില്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. മനസ്സിലായോ? എന്നെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം, എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവില്ല. അതിങ്ങനെ മാറിക്കളിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, അതിനാണ് അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്.
ഞാൻ ആരാണെന്നുള്ള ബോധം എനിക്കുണ്ടാവണ്ടേ. ആ ആ ഒരു ഇത് എല്ലാ കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായി? എൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ചും എൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധം അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് പെർവാസീവായിട്ട് എന്നിൽ ഉണ്ടാകണം അല്ലേ. സോ അത് ഇല്ലാതിരിക്കുന്നു. അതിങ്ങനെ ചാടിക്കളിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കും? അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉണ്ടായേക്കാം. മനസ്സിലായോ? അപ്പോൾ അത് 3 4-മത്തത് അൺസ്റ്റേബിൾ ഇമോഷൻസ്, അൺസ്റ്റേബിൾ മൂഡ്. ഇവർക്ക് എന്താ പറയുന്നത്, മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ടാവും. മനസ്സിലായോ? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കാണാം. ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് കരയുന്നത് കാണാം. ആ രീതിയിൽ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളിൽ കണ്ടേക്കാം. അതിന് വിളിക്കുന്ന പേരാണ് അൺസ്റ്റേബിൾ ഇമോഷൻസ് അല്ലെങ്കിൽ അൺസ്റ്റേബിൾ മൂഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരിൽ വന്നേക്കാം. പിന്നെ ഇമ്പൾസിവിറ്റി, റെക്ലെസ് ബിഹേവിയേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഇവരിൽ വരാം. അപ്പം ഈ എടുത്തുചാട്ടം കാരണം 8ൻ്റെ പണിയൊക്കെ വാങ്ങിച്ച് കൂട്ടിയേക്കാം. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലൊക്കെ എടുത്തു ചാടി സാമ്പത്തിക നഷ്ടം വരുത്തിയേക്കാം. മനസ്സിലായോ? ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാന്യയിൽ പഠിച്ചിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നം. റെക്ലെസ് ബിഹേവിയർ മാന്യയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. നടന്ന് ചിലപ്പം എന്താ പറയുന്നത്, ചിലതിൻ്റെ അഡ്വാൻസ് ഒക്കെ കൊണ്ട് കൊടുത്തു കളയും. മനസ്സിലായില്ലയോ? ചില വസ്തു വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്തു കളയും. അല്ലെങ്കിൽ ചില ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടിക്കളയും. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഇവരിലുണ്ടായേക്കാം. ഞാൻ എന്തുകൊണ്ടാണ് മനഃപൂർവ്വം പറഞ്ഞതെന്നറിയാമോ? മാനിയ എന്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ബൈപ്പോളാർ ഡിസോർഡർ. പലപ്പോഴും ഈ ഒരു അസുഖം മിസ്ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ഇത് മാത്രമല്ല കേട്ടോ, ബൈപ്പോളാർ ഡിസോർഡർ മാത്രമല്ല, ചില സബ്സ്റ്റൻസ് ഡിസോർഡർ, ഡിപ്രഷൻ ഒക്കെ ആയിട്ട്. ബൈപ്പോളാറിൽ 2 വരുന്നുണ്ടല്ലോ, മാനിയം വരുന്നുണ്ട്, ഡിപ്രഷനും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാം. ബൈപ്പോളാർ ഡിസോർഡേഴ്സ് ചില സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. ഇയാളുടെ പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയേക്കാം, ഈ അസുഖമാണോ, തെറ്റിദ്ധരിച്ചിട്ട് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ഡിസ്റ്റിങ്റ്റീവായിട്ട് വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറാണ്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയ? ഇമ്പൾസീവ് സിംറ്റംസ് അല്ലേ. അൺകൺട്രോളബിൾ സ്പെൻഡിങ്, കണ്ടമാനം പൈസ ചിലവാക്കുക, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ വന്നേക്കാം ഇവരിൽ. അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് മദ്യപാനിയൊക്കെ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണല്ലോ. റെക്ലെസ് ഡ്രൈവിങ്, പിന്നെ ബിഞ്ച് ഈറ്റിംഗ്. ഓക്കെ, വളരെ കുറച്ച് സമയം കൊണ്ട് ആർത്തിയോടെ ഭക്ഷണം വലിച്ച് കഴിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇവരിൽ വന്നേക്കാം. അതാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാക്കിൽ നമുക്കത് ഉൾപ്പെടുത്തി നിർത്താം. പിന്നെ ഇവരുടെ മറ്റൊരു പ്രശ്നം റിക്കറൻറ്റ് സൂയിസൈഡൽ ഐഡിയേഷൻ ആണ്, ഓർ ബിഹേവിയേഴ്സ് ഇൻവോൾവിങ് സെൽഫ് മ്യൂട്ടിലേഷൻ എന്നൊക്കെ പറയും അല്ലേ. ചോദിച്ചേക്കാം കേട്ടോ. സെൽഫ് മ്യൂട്ടിലേഷനൊക്കെ ഇവർക്ക് ഉണ്ടാവും. എന്താ പറയണ്ടേ, സ്വയം ഉപദ്രവിക്കുക. ചില കേസുകളിൽ ആത്മഹത്യയ്ക്കുള്ള സാധ്യത വരെയുണ്ട്. സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയും. അത് ഇവരിൽ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള അസുഖത്ത് സിവിയറായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ. ഓക്കെ, ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ സ്റ്റഡീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 10% BPD പേഷ്യൻസ് ആത്മഹത്യ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ സൂയിസൈഡൽ ഐഡിയേഷൻ, സെൽഫ് മ്യൂട്ടിലേഷൻ, സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയേഴ്സ്, സ്വയം ഉപദ്രവിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക. ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ് എന്ന് വെച്ചാൽ എന്താ സംഭവം? എപ്പോഴും മനസ്സിനൊരു ശൂന്യത ഉണ്ടാവും. ഓക്കെ, അതിനാണ് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ് എന്ന് പറയുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ഇൻറ്റൻസ് ആങ്കർ ദാറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഔട്ട് ബിഹേവിയറൊക്കെ ഉണ്ട്. കൊടുക്കേണ്ട ഒരു ചെറിയ ട്രിഗർ ആണെങ്കിൽ പോലും, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ട്രിഗർ ആണെങ്കിൽ പോലും സാധാരണ ഒരാൾ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം ചിലപ്പോൾ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് താഴെ അടിച്ച് ആ രീതിയിൽ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് അതിനുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അതിന് ഒരു ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിരിക്കും ഇവർക്ക്. മനസ്സിലായോ? ചെറിയൊരു കാര്യത്തിന് പോലും വളരെയധികം എന്താ പറയണ്ടേ, ദേഷ്യം കാണിക്കുകയും ഈ പറഞ്ഞ പോലെ ആക്ടിങ് ഔട്ട് കാണിക്കുക എന്ന് വെച്ചാൽ സംഭവം ഭയങ്കരമായിട്ട് എന്താ പറയുക, കൈ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും അവർ. മനസ്സിലായി? അപ്പം ഇനി ഒരെണ്ണം കൊണ്ട് ട്രാൻസിയൻറ്റ് സ്ട്രെസ് റിലേറ്റഡ് പാരനോയിഡ് ഐഡിയേഷൻ ഓർ സിവിയർ ഡിസോസിയേറ്റീവ് സിംറ്റംസ്. ഓക്കെ,
എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഇവർക്ക് പാരനോയിഡ് ഐഡിയേഷൻ കൂടുതലായിരിക്കും. പാരനോയിഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയുണ്ട് അല്ലേ, അത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സസ്പീഷ്യസ്നെസ് ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇവർക്ക് വളരെയധികം കൂടുതലായിട്ട് സംശയം, പാരനോയിഡ് സിംറ്റംസ് ഒക്കെ കാണിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള എന്താ പറയുന്നത് ഇറാഷണലായിട്ടുള്ള ഒരു തിങ്കിങ് ഒക്കെ ഉണ്ടാവും. എന്നെ കൊല്ലും, എന്നെ സ്പൈ അപ്പ് ചെയ്യും മറ്റുള്ളവർ എന്നൊക്കെയുള്ള ഒരു തെറ്റായ ഡെലൂഷൻ കൊണ്ട് നടക്കും. അതാണ് പാരനോയിഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒരുതരം സംശയരോഗം അല്ലേ, സംശയരോഗം എന്ന് പറയാൻ. അപ്പം ഇവർക്ക് സ്ട്രെസ് കൂടുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നെ എന്താ പറയുന്നത് ഹാനികരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമെന്നുള്ള ഒരു ചിന്തകളുമായിട്ട് ഇവർ നടക്കും. ഡിസോസിയേറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസോസിയേഷൻ ഒരു ഡിഫെൻസ് മെക്കാനിസം കൂടെയാണ്. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിലപ്പോൾ മനസ്സ് തന്നെ അങ്ങോട്ട് മാറി നിന്നളയും. ഓക്കെ, നമ്മുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഡിസോസിയേറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, താൽക്കാലികമായിട്ട് സ്ട്രെസ്സ് കൂടിയിട്ട് നമ്മുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോവുക, ഐഡൻറ്റിറ്റി ലോസ്റ്റ് ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഡിസോസിയേറ്റീവ് ഫ്യൂഗ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെയോ പറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ചേർക്കുകയാണ്. ഡിസോസിയേറ്റീവ് ഫ്യൂഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഐഡൻറ്റിറ്റി തന്നെ പുള്ളി മറന്നു, എന്നിട്ട് പുള്ളി വേറെ എവിടെയെങ്കിലും സ്ഥലത്തോട്ട് പോകും, ട്രാവൽ അവേ ഫ്രം ഹോം. അതാണ് മെയിനായിട്ടുള്ളത്. വേറെ എവിടെയെങ്കിലും പോയിട്ട് പുതിയൊരു ഐഡൻറ്റിറ്റി സ്വീകരിച്ചിട്ട് അവിടെ താമസിക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു ഓർമ്മ തിരിച്ചു വരുമ്പോഴത്തേക്ക് പുള്ളി തിരിച്ചു വീട്ടിലോട്ട് വരും. അപ്പോൾ ഈ ഫ്യൂഗേ സ്റ്റേറ്റ്സിൽ നടന്ന കാര്യങ്ങളെല്ലാം പുള്ളി മറന്നു പോയിട്ടുണ്ടാവും. ഡിസോസിയേറ്റീവ് ഫ്യൂഗ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസോസിയേഷൻ ആ ഒരു കൈൻഡ് ഓഫ് മെമ്മറിയും ഐഡൻറ്റിറ്റിയൊക്കെ സംഭവങ്ങളൊക്കെ മറന്നു പോകുന്നതിനെയാണ് ഡിസോസിയേറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ സ്ട്രെസ് വന്നിട്ട് ഇവർക്ക് ആ സിംറ്റംസ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് പരത്തി പറഞ്ഞെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനമായിട്ടുള്ള ചില സിംറ്റംസ് വിട്ടുപോരുത്. അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, അൺസ്റ്റേബിൾ മൂഡ്, അൺസ്റ്റേബിൾ സെൽഫ് ഇമേജ് ഓർ ഐഡൻറ്റിറ്റി, ഇമ്പൾസിവിറ്റി, ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്. ഓക്കെ, പിന്നെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഓർ സൂയിസൈഡൽ ഐഡിയേഷൻ. ഇതൊക്കെയാണ് ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ ഫോക്കസിൽ വരുമ്പം അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് പോകാം. മനസ്സിലാക്കുക, ഇത് മാനേജ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഡ്രഗ്സിന് വലിയ പങ്കൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും മരുന്നുകൾ ഉപയോഗിക്കും ഇവിടെ. ഓക്കെ, മെയിനായിട്ട് സൈക്കോതെറാപ്പിയാണ്. സൈക്കോതെറാപ്പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഡയലേറ്റിയൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ഓക്കെ, അത് ചിലപ്പം ചോദിച്ചേക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഡയലേറ്റിയൽ ബിഹേവിയർ തെറാപ്പി പ്രധാനമായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് പല എന്താ പറയുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിലൊക്കെ യൂസ് ചെയ്യാം, അത് വേറൊരു കാര്യം. ഡിപ്രഷനിലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഇത് സ്പെസിഫിക് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ചോദ്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്, അങ്ങനെ ശ്രദ്ധിച്ചോണം. ഡയലേറ്റീവ് ബിഹേവിയർ തെറാപ്പി സൈക്കോതെറാപ്പിയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്, അല്ലെ കൊഗ്നിറ്റീവ് തെറാപ്പി. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? എവിടെയോ കേട്ടുള്ളത് അല്ല, പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്, നമ്മുടെ ചിന്തകളെ തിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വിശ്വസിക്കുന്ന അറിയാമായിരിക്കും. നമ്മുടെ സ്വഭാവം, നമ്മുടെ ബിഹേവിയർ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അത് മനസ്സിലാക്കിയ ഇത്രയേ ഉള്ളൂ. രണ്ടു പേർക്ക് ഒരേ പ്രശ്നങ്ങൾ വന്നാൽ ഒരാൾ ചിലപ്പോൾ കിടന്നുറങ്ങും സമാധാനത്തോടെ, ഒരാൾക്ക് ഉറക്കമില്ലാതെ ആലോചിച്ച് തന്നെ കിടക്കും. രണ്ടും ഒരേ പ്രശ്നങ്ങളായിരുന്നു. ഒരാൾ അതിനെ ഏത് രീതിയിൽ കണ്ടു ചിന്തിച്ചു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയാളത് ഉടനെ തന്നെ ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷനും കണ്ടിട്ട് കിടന്നുറങ്ങുന്നുണ്ടോ. മറ്റേ ആളത് ദൈവമേ നെഞ്ചുവേദന, ഇത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, ഉറപ്പായിട്ടും ഞാൻ മരണപ്പെട്ടു, പിന്നെ ഉറക്കം ഉണ്ടാകത്തില്ല. രണ്ടുപേർക്ക് നെഞ്ചുവേദന ആയിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക, ടെൻഷൻ അടിക്കുന്നത് നല്ലത് തന്നെയാണ് അതിന്. ഓക്കെ, അത് എന്താ പറയണ്ടേ, റൂൾ ഔട്ട് ചെയ്യുന്നിടം വരെ. അത് ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞതാണ്, മനസ്സിലാക്കുക. അപ്പം ചിന്തകളാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തെറാപ്പിയിൽ വിശ്വസിക്കുന്ന കാര്യം, നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നെഗറ്റീവ് തോട്ട്സിനെ മാറ്റി വിടാൻ വേണ്ടിയിട്ടാണ്, ആ ചിന്തകളെ മാറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കാം, തെറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡ്രഗ്സ് ഉപയോഗിക്കില്ല എന്നല്ല, ചെറിയ രീതിയിൽ മാറ്റങ്ങളും കൊണ്ടുവരും. പ്രത്യേകിച്ച് ചില സിംറ്റംസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി സൈക്കോട്ടിക്സും ആൻറ്റി ഡിപ്രസൻസും പിന്നെ അതുപോലെ മൂഡ് സ്റ്റെബിലൈസേഴ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പെട്ടെന്ന് ദേഷ്യം,
പെട്ടെന്ന് ഈ മൂഡ് ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉള്ള കേസ് ആയതുകൊണ്ട് തന്നെ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് സിംറ്റംസ് മാനേജ്മെൻറ്റിന് ഓക്കെ ആണെന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്സിനെ ഉപയോഗിക്കുന്നതും നല്ലതാണെന്ന് വെച്ചാൽ ഇതേ പ്രശ്നമുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ഒരു കണക്ഷനിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കണക്ഷൻ അസുഖത്തിൻ്റെ മാനേജ്മെൻറ്റിനെ സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്തോട്ടെ, വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, DBT, ഡയലേറ്റിയൽ ബിഹേവിയർ തെറാപ്പി, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ അറിഞ്ഞിരിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രഡീഷണലായിട്ട് പഠിക്കുന്ന സമയത്ത് പലയിടത്തും നമ്മളത് ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് ചേർക്കുന്നത്. ഡയലേറ്റിയൽ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ മെയിനായിട്ട് ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവർക്ക് ഇമോഷണൽ കൺട്രോൾ പലപ്പോഴും കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ട് ഇവർക്ക്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതിന് കൃത്യമായിട്ടുള്ള വാചകം പറയുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ മാനേജ് ഇൻറ്റൻസ് ഇമോഷൻസ് ആൻഡ് ഇംപ്രൂവ് റിലേഷൻഷിപ്സ്. ഇത് ഡെവലപ്പ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത് ഡോക്ടർ മാർഷ ലിനഹാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അപ്പം പുള്ളിക്കാരത്തി ശരിക്കും പറയേണ്ട കാര്യം എന്താ പറയുക, ഈ പുള്ളിക്കാരത്തിക്ക് BPD ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബൈപ്പോളർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അത് അതിൻ്റെ കൂട്ടത്തിൽ കിടക്കട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, ഈ ഡയലേറ്റിയൽ ബിഹേവിയർ തെറാപ്പിയിൽ പ്രധാനപ്പെട്ട 4 സ്ട്രാറ്റജീസ് ആണുള്ളത്. ഓക്കെ, 1 മൈൻഡ്ഫുൾനെസ്, 2 ഡിസ്ട്രസ് ടോളറൻസ്, 3 ഇമോഷണൽ റെഗുലേഷൻ, ഓക്കെ, 4 ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 സ്ട്രാറ്റജീസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈൻഡ്ഫുൾനെസ് ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ പല ബിഹേവിയറൽ പ്രോബ്ലംസിനും, ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയണ്ടേ, ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്കും ഡിപ്രഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി എന്താണ് മൈൻഡ്ഫുൾനെസ്? ഒറ്റ വാക്കി പറഞ്ഞാൽ പ്രസൻറ്റ് എന്താണോ സംഭവിക്കുന്നത് അതിലോട്ട് മാത്രം ശ്രദ്ധിക്കുക. പാസ്റ്റിലോട്ട് പോയി ഡിഗ് ചെയ്യാതിരിക്കുക, പാസ്റ്റിലോട്ട് പോയി തോണ്ടാതിരിക്കുക. അതിനാണ് എന്ത് പറയുന്നത്, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൽ ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ, ജഡ്ജ് ചെയ്യാതെ, പാസ്റ്റിലോട്ട് പോകാതെ പ്രസൻറ്റിലുള്ള കാര്യത്തിലോട്ട് ശ്രദ്ധ കൊടുത്ത് നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സ്റ്റേജിലോട്ട് കയറാൻ നിൽക്കുക, ഒരു എന്താ വലിയൊരു ബിഗ് സ്റ്റേജിലോട്ട് കയറാൻ നിൽക്കുകയാണ്. അത്യാവശ്യം സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ഉണ്ട്, നല്ല പേടിയുണ്ട്. അപ്പം പാനിക്കാകാതെ, മനസ്സിലായി, പറയാൻ നല്ല എളുപ്പമാണ്, അത് എന്തുമാത്രം പ്രായോഗികമാകുമോ എന്നുള്ളത് അടുത്ത കാര്യം. അപ്പം പേടിക്കാതെ, പാനിക്കാകാതെ ഒന്ന് എന്താ പറയുന്നത്, കുറച്ച് ബ്രീത്തൊക്കെ എടുത്തിട്ട് നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു സെൻസേഷനിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കൊണ്ട് ഒക്കെ ഇരുന്ന് ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ മാത്രം, ആ ഒരു സാഹചര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ, മൈൻഡ്ഫുൾനെസ്. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡിസ്ട്രസ് ടോളറൻസ് ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്, ലേണിംഗ് ടു ടോളറേറ്റ് പെയിൻ ഓർ ക്രൈസിസ് സിറ്റുവേഷൻ വിത്തൗട്ട് മേക്കിംഗ് ദം വേഴ്സ്. ഒരുപാട് വഷളാക്കാതെ പഠിക്കുക, ടോളറേറ്റ് ചെയ്യാൻ പഠിക്കുക പെയിൻ ആൻഡ് ക്രൈസിസ് സിറ്റുവേഷൻസ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഡിസ്ട്രസ് ടോളറൻസിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു സുഹൃത്തുമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വഴക്കായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 2 കാര്യമുള്ള, ഒന്ന് ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് അസുഖമുള്ളവരുടെ കാര്യം വെച്ചാൽ പറയുന്നത്, വന്നു കഴിഞ്ഞാൽ ഭയങ്കര വയലൻസ് ആണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പം അടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് പറ്റാത്തൊരു സാഹചര്യം സെൽഫ് ഹാമിനുള്ള സാധ്യതയുണ്ട്. ഈ 2 പോസിബിലിറ്റി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് ഒരു എന്താ പറയണ്ട, ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് എന്തെങ്കിലും എടുക്കുക. ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കോമഡി വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറേയൊക്കെ ടെൻഷൻ മാറും. അപ്പോൾ അതാണ് നല്ലതെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഒരു വാം ബാത്ത് എടുത്തു കഴിഞ്ഞാൽ മാറുമെങ്കിൽ അത് ഓക്കെ. എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് ആ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞതാണെന്ന്? അതിനെയാണ് ഡിസ്ട്രസ് ടോളറൻസ് എന്ന് പറയുന്നത്. 3 ഇമോഷൻ റെഗുലേഷൻ ആണ്. പേര് തന്നെ ഉണ്ട്, ഇമോഷണൽ റെഗുലേഷൻ. ഓക്കെ, ഐഡൻറ്റിഫൈങ് ആൻഡ് മാനേജിങ് ഇൻറ്റൻസ് ഇമോഷൻസ്. തള്ളിക്കേറി വരുന്ന വികാരങ്ങളെ കണ്ടുപിടിച്ച് അതിനെ മാനേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ, ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് പ്ലേസിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അവിടുന്ന് 2 ചീത്ത കേട്ടെന്നിരിക്കട്ടെ, മനസ്സിലായോ, ബോസിൽ നിന്ന് 2 ചീത്ത കേട്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലുള്ളൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കത് പല രീതിയിൽ മാനേജ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്താ പറയണ്ടേ, കുറച്ച് ഡീപ്പ് ബ്രീത്ത്സ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജേർണൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എഴുതി വെച്ചുകൊണ്ട്, യൂസ് എ ജേർണൽ ടു റൈറ്റ് ഡൗൺ വാട്ട് ട്രിഗേർഡ് യു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വരുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ മാറി വരും.
ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇമോഷനെ മാനേജ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡൗട്ട് വന്നു, രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷെ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എന്താ പറയുന്നത് ആക്ഷൻ അത് വരുന്നത് ഡിസ്ട്രസ് ടോളറൻസിലാണ്. പക്ഷേ ഇമോഷൻ റെഗുലേഷൻ ഒരു ലോങ് ടൈം കൺട്രോളിലേക്ക് എത്തിക്കുക, അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഇമോഷൻ റെഗുലേഷൻ. മൂന്നാമത്തെ ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ബിൽഡിങ് ഹെൽത്തി റിലേഷൻഷിപ്സ് ആൻഡ് സെറ്റിംഗ് ബൗണ്ടറീസ്. ഓക്കെ, ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ വെക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ബൗണ്ടറീസും കൃത്യമായിരിക്കണം. ചിലപ്പോൾ എന്താ പറയുക എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഉണ്ടായേക്കാം, അതിനെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യുക. ഉദാഹരണം, ഒരു വർക്ക് പ്ലേസിൽ മറ്റൊരാൾ അൺനെസസറി വന്ന് നമ്മളൊരു സീരിയസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഓക്കെ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് വളരെ ഇവിടെ ഇതിനകത്ത് വേണ്ട ഒരു കാര്യം, മെയിനായിട്ട് വേണ്ട ഒരു ടാലൻ്റ് എന്ന് വെച്ചാൽ അസേർട്ടീവ്നെസ് ആണ്. നോ, നമ്മൾ പറയത്തില്ല നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണമെന്നൊക്കെ. പറയാൻ എളുപ്പം, ചില സമയത്ത് നോ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? സോ ആ ഒരു രീതിയിൽ അവരോട് ഈ കാര്യം നമുക്ക് പറയാം, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ കാര്യത്തിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഒരു ടൈം ഇത് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയുന്നത് 5 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ പോരെ, ഞാനിതിപ്പോൾ ചെയ്തോട്ടെ. ഇത് അസേർട്ടീവായിട്ട് പറയുന്നതും വെറുതെ വഴക്കുണ്ടാക്കുകയും വേണ്ട, അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയും വേണ്ട, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കിട്ട് പിടിക്കാം. അതാണ് ഇവർക്ക് ഇല്ലാതെ പോകുന്നത്. ആ ഒരു മിഡിൽ ഗ്രൗണ്ട് ആണ് ഇവിടെ ഇല്ലാത്തത്. നമ്മൾ നേരത്തെ സ്പ്ലിറ്റിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓക്കെ, ഒന്നിൽ അവിടെയോ അല്ലെങ്കിൽ ഇവിടെ, അതിൻ്റെ ഇടയ്ക്കിട്ട് പിടിക്കാം. കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ സിറ്റുവേഷൻ, എനിക്കിത് ചെയ്തു തീർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാനത് ചെയ്തോട്ടെ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് സംസാരിക്കാമല്ലോ, കുഴപ്പമുണ്ടോ? ആ ഒരു ചോദ്യത്തിൽ തന്നെ ക്ലിയർ ആണ് അവിടെ, മനസ്സിലായോ? സോ ആ ഒരു കാര്യമാണ് ഇവിടെ വരുന്നത്, ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്. ഞാൻ ശ്രദ്ധിച്ചോണേ, ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്, ഇമോഷണൽ റെഗുലേഷൻ, ഡിസ്ട്രസ് ടോളറൻസ്, മൈൻഡ്ഫുൾനെസ്, ഈ 4 ടെക്നിക്കുകളാണ് എവിടെ ഉപയോഗിക്കുന്നത്, ഡയലേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം ക്ലാസ് അവസാനിച്ചു. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു കാര്യം, മറ്റേ മെമ്പേഴ്സ് ഉള്ളി, ഓക്കെ, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മെമ്പേഴ്സ് ഉള്ളിൽ ജോയിൻ ചെയ്യാം. ഏതെങ്കിലും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ലൈക്ക് ഈ പറഞ്ഞ എക്സാംസൊക്കെ തന്നെ, ഗവൺമെൻറ് എക്സാംസ്, പ്രോമെട്രിക്ക്, എക്സാറിനൊക്കെ വേണ്ടിയിട്ട് 50 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും പിന്നെ ഒരു 20 സ്പെഷ്യൽ വീഡിയോസും ചേർത്തിട്ട്, ഇതെല്ലാം ഒരുമിച്ച് കിട്ടുന്നത് ഡയമണ്ടിലാണ്. ഓക്കെ, ലാസ്റ്റ് ലെവലിലാണ് ഒരുമിച്ച് കിട്ടുന്നത്. മറ്റേത് ലെവൽ അനുസരിച്ചിട്ട് നമ്പർ ഓഫ് വീഡിയോസിൻ്റെ ഡിഫറൻസസ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഇൻട്രോ വീഡിയോ, അതിൻ്റെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇൻട്രോ വീഡിയോ കാണിക്കും. ഓക്കെ, ആ ഇൻട്രോ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയുന്നുണ്ട്. അത് ആദ്യം വ്യക്തമായിട്ട് കേൾക്കുക, എന്നിട്ട് വേണം ഇതിൽ നമ്മുടെ മെമ്പേഴ്സ് ഉള്ളിൽ ജോയിൻ ചെയ്യേണ്ടത്.